വിശ്വാസത്തിൻ്റെ കൈ കൊണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു മേടിക്കുന്ന ഒരു സാക്ഷ്യമാണത്. ആ കുഞ്ഞിനെ കൊണ്ടാണ് സാക്ഷ്യം, മിടുക്കനായ നല്ല കൊച്ചി. ആ കുഞ്ഞിനെ കൊണ്ടാണ് ഒരു സാക്ഷ്യം പറയണത്. അതിലത് അത് ആ കുഞ്ഞിനോട് ആ 3-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ഈ കൊച്ചിന് ഡൗൺ സിൻഡ്രോമാണ്. അവർ പറയുന്നുണ്ട്, എനിക്കിത്തിരി പേടി തോന്നിയായിരുന്നു, പക്ഷേ ഞാൻ അമ്മയിൽ ആശ്രയിച്ചെന്ന്. ഈ പറഞ്ഞ പോലെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയി, പക്ഷേ കൊച്ചിന് ഡൗൺ സിൻഡ്രോമാണ് സ്കാൻ ചെയ്യുമ്പോൾ. പക്ഷെ നമുക്ക് സമയമുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് സമയമുണ്ടല്ലോ എന്ന് ഞാൻ പറയും. എന്താ കാര്യം? ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, എയർ ഹോസ്റ്റസിൻ്റെ സാക്ഷ്യം. അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ സാക്ഷ്യം പറയണത് എയർ ഹോസ്റ്റസ് തന്നെയാണ് സാക്ഷ്യം പറയണത്. പക്ഷേ എന്താ ആ സാക്ഷ്യത്തിൻ്റെ പേര് അമ്മയുടെ പേരിലാണ്. അമ്മയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണത്, അവരുടെ പേരും സ്ഥലവും പറഞ്ഞ്. അതിനുശേഷം അമ്മ പറയുന്നത് എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇവരിതാണ് സാക്ഷ്യം പറയണത്. അതുകൊണ്ടാണ് അവരുടെ പേര് അവർ പറയാത്തത്. നമ്മുടെ ഉടമ്പടി കിടപ്പുണ്ട്, നമ്മുടെ യൂട്യൂബിൽ ആ പേര് ആ സാക്ഷ്യം കിടപ്പുണ്ട്. പക്ഷേ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എയർ ഇന്ത്യയുടെ എയർ ഹോസ്റ്റസിൻ്റെ ഇൻ്റർവ്യൂവിന് പോകും. അപ്പോൾ ഇവർ ഓക്കെ ആവും. അവർക്ക് പഠിപ്പുമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാ സംഭവമുണ്ട്. അപ്പോഴേ പറയും ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ അപ്പോയിൻറ്റഡ് ആണെന്ന് പറയും. പക്ഷേ അപ്പോയിൻ്റ് ആണെങ്കിൽ പിന്നെന്ത് ചെയ്യണം? ലാസ്റ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴാണ് അപ്പോയിൻമെൻ്റ് ആകണത്. ബാക്കിയെല്ലാം ഓക്കെ. പക്ഷേ മെഡിക്കൽ എടുക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവും. 1.7 സെൻറ്റിമീറ്റർ സിസ്റ്റ് ഇവിടെ യൂട്രസിലുണ്ടാവും. 1.7 സെൻറ്റിമീറ്റർ സിസ്റ്റ് യൂട്രസിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ റേഡിയോളജിസ്റ്റ് പറയും ഈ റിപ്പോർട്ട് കൊടുക്കരുത്, ഈ റിപ്പോർട്ട് കൊടുത്താൽ നിങ്ങളുടെ ജോലി പോകുമെന്ന് പറയും. അപ്പോഴേ ഇവളുടെ അമ്മ പറയും കൃപാസന അമ്മയെ പോയി കണ്ടിട്ട് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറയും. അതാണ് വിഷയം. അവർ ഇവിടെ വന്ന് അവർക്ക് ചീട്ടക്കോളി ഇതാണ് എമർജൻസി എന്ന് പറയണത്. അത് എമർജൻസി അല്ലേ? അപ്പോൾ എമർജൻസി ആകുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ അവളെ കണ്ടായിരുന്നു. ഒരു ദിവസം 10-80 പേര് ഞാൻ കാണും. ഞായറാഴ്ച ഉച്ച എല്ലാ ദിവസവും കാണും ആൾക്കാരെ. ഞായറാഴ്ച ധ്യാന ദിവസം ആയതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞോളൂ, മോളെ പിടിക്കണ്ട, ഈ ജോലി നഷ്ടപ്പെടത്തില്ല നിനക്ക്. നീ വിശ്വാസത്തോടെ ഉടമ്പടി തൈലം എടുത്ത് യൂട്രസിൽ ഒരു കുരിച്ചിട്ടിട്ട് പോയി സ്കാൻ ചെയ്തോളാൻ പറയും. അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത്. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നമ്മുടെ ഉണ്ടല്ലോ, 1.7 റിപ്പോർട്ട് കയ്യിലുണ്ടല്ലോ സിസ്റ്റം എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സാക്ഷ്യം. 1.7 അവളുടെ യൂട്രസ് 1.6 സിസ്റ്റം എന്നുള്ളത് സാക്ഷ്യ സ്കാൻ റിപ്പോർട്ട് നമ്മുടെ ഉള്ളതാണ്. ഒരു ദിവസമേ ഉള്ളൂ മാറിയിട്ടുള്ളൂ. ഒരു ദിവസം മാറിക്കഴിയുമ്പോൾ പിന്നെ പിറ്റേ ദിവസം വീണ്ടും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. പക്ഷേ റേഡിയോളജിസ്റ്റ് പറയും ചെയ്യരുത്, ചെയ്താൽ ഇത് അവിടുത്തെ എയർ ഇന്ത്യയുടെ ഡോക്ടർമാരല്ലേ ഇത് പരിശോധിക്കേണ്ടത്, അവർ നിങ്ങൾ എടുക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അമ്മയെ കാണും. അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇവരോട് ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി തൈലമെടുത്ത് യൂട്രസിൽ നേരെ പൊക്കിളിന് താഴെ ഒരു കുരിച്ചിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പോയി സ്കാൻ ചെയ്തോളാൻ പറയും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വിഷയ സാക്ഷ്യം. അതായത് നമ്മൾ എന്ത് ആപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാര്യം. ഉടമ്പടി തൈലം ഒത്തിരി പേര് ആപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരുടെ അനുഭവങ്ങൾ വെട്ടിക്കിട്ട അനുഭവങ്ങളാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒക്കുക. ചിലർക്ക് ചോദിക്കില്ല ഇത് എണ്ണ തേച്ചമ്മ എന്ത് സംഭവിക്കാനാണെന്ന്. അത് എന്താണെന്ന് ആ എണ്ണയെന്ന് ആദ്യം അറിയണം. ഒന്നാമത്തിൽ അത് ഉടമ്പടി തൈലം ഒലിവ് ഓയിൽ കർത്താവിൻ്റെ ഒരു ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്, റോമർ 10:9 അനുസരിച്ചാണത് എംപവർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ പവർ റിലീസ് ചെയ്യണം നിങ്ങളും ഇതിൻ്റെ അകത്ത് ആ പ്രിൻസിപ്പിൾ തന്നെ അതേ ഫോർമുല തന്നെ ഉപയോഗിക്കണം. എന്താണ്? യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. പിന്നെ എന്താണ്? ദൈവം അവനെ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. രണ്ടും രണ്ട് സംഭവമാണ്. രണ്ടും ഒന്നല്ല. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, രണ്ടും പറയേണ്ടി വരും. നമ്മൾ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അതാണ് ചെയ്യണത്, അല്ല ഒരു പ്രാർത്ഥന ചൊല്ലിക്കൂട്ടുകയല്ല. കാര്യം ഞങ്ങളിൻ്റെ ഇൻകൾക്കേറ്റ് ചെയ്ത പവറിനെ റിലീസ് ചെയ്യാണ്. പ്രമിത്തരെ അത് ടു റിലീസ്, പ്രാമിസല്ല വാഗ്ദാനങ്ങളല്ല അങ്ങനെയല്ലേ പ്രാപിക്കണത്. നമ്മൾ വിശ്വാസം അല്ലെങ്കിൽ വിശ്വസ്തത കൊണ്ടാണ് ഇതിനെ ആക്ടിവിറ്റി ചെയ്യിക്കുന്നത്. അതെൻ്റെ പാസ്വേഡ്, ഫിഡലിറ്റിയാണ് എൻ്റെ പാസ്വേഡ്. അപ്പം അതനുസരിച്ചിട്ട് ഇവരതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പവർ ഈശോയുടെ കറക്റ്റ് ശക്തിയായിട്ടത് കൺവേർട്ട് ചെയ്യുമെന്ന്.
അത് അവർക്ക് അവരുടെ കപ്പാസിറ്റി ഒരു പ്രോബ്ലമാണ് മക്കളെ. നിങ്ങൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറേ എക്സർസൈസ് തരുന്നുണ്ട്. രോഗികളെ പോയി കാണുക, അല്ലേ? അപ്പോൾ തന്നെ പാവത്തങ്ങളെ കാണുമ്പോൾ സാമ്പത്തികമായിട്ട് വിഷമം അനുഭവിക്കുന്നവർ രോഗികളെ കാണുമ്പോൾ അവരെ സഹായിക്കുക, വസ്ത്രം കൊടുക്കുക, കൃപാസനം പത്രം കർത്താവിനെ അറിയിക്കുക, അറിഞ്ഞിട്ട് ആഴപ്പെടുത്തുക, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിച്ച് അത് ഷെയർ ചെയ്യുക. ഇതെല്ലാം എക്സർസൈസുകളാണ്. എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. എന്താണ്? ചൊല്ലണ പ്രാർത്ഥന അല്ലല്ല ഉടമ്പടി എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കപ്പാസിറ്റി കൂടും. കപ്പാസിറ്റി കൂടുമ്പോൾ എന്ത് പറ്റും? ക്ലെയിം കൂടും. ഉടമ്പടി അങ്ങനെ വർക്ക് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ ഇത് വെറുതെ ഒരു പ്രാർത്ഥനയും ചൊല്ലി അത് മൂലക്കിടന്ന് പിച്ചുമ്പയും പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഉടമ്പടി നിങ്ങൾ വേണമെങ്കിൽ ഒരു ചെമ്പരത്തിപ്പൂ ചെവി വെച്ചോണ്ട് അങ്ങനെ ഇവിടെ നടക്കുക. ഉടമ്പടി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഏതെങ്കിലും മൂലക്കിടന്ന് കുറച്ച് പ്രാവശ്യം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. അത് ഉടമ്പടി അല്ല. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ്? ക്രിസ്ത്യാനിറ്റിയിലെ എല്ലാം കൃപകളെല്ലാം കപ്പാസിറ്റി വർക്ക് ചെയ്യണത്. യോഹന്നാൻ 1:12 ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ? എന്താണ്? അവൻ്റെ നാമത്തിൽ പറഞ്ഞ് വിശ്വസിക്കുന്നവർക്കെല്ലാം. അല്ലാതെ ക്രിസ്ത്യൻസിനെല്ലാം കാത്തലിക്സിനെല്ലാം പറഞ്ഞിരിക്കണത്. മനസ്സിലായില്ലേ? ആരാണ് ക്രിസ്ത്യാനി, ആരാണ് നോൺ ക്രിസ്ത്യൻസ് നമുക്ക് അറിയത്തില്ലല്ലോ. ക്രിസ്ത്യാനിയെ നോൺ ക്രിസ്ത്യനായിട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനിയുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന നോൺ ക്രിസ്ത്യനുണ്ട്. നമുക്ക് മാക്സിമം പറയാൻ പറ്റുന്നത് നോൺ ബാപ്റ്റിസ്റ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ജ്ഞാനസ്നാനം എടുക്കാത്ത ആളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുവോ അതാണ് യോഹന്നാൻ 1:12. എന്താണ്? വിശ്വസിക്കുന്നവർക്കെല്ലാം എന്ന് പറഞ്ഞേ. വിശ്വസിക്കുന്നവർക്കെല്ലാം അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി കൈയടിച്ച് കർത്താവോട് അപ്പോഴും നിങ്ങളെ ചെല്ലുമ്പോഴല്ലേ കഴിവ് വർദ്ധിപ്പിക്കണത്. അപ്പം നിങ്ങൾ ചോദിക്കും, യോഹന്നാൻ 1:12 അവൻ്റെ നാമത്തിൽ പറഞ്ഞ് വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അതാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോ ദിവസവും ക്രോണോളജിക്കൽ അനുസരിച്ചുകൊണ്ട് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടുവരണം. ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് 40 വയസ്സുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികം 40 വയസ്സിൻ്റെ കപ്പാസിറ്റി എങ്കിലും ഉണ്ടാകണം. 40 വയസ്സുകാരന് 20 വയസ്സുകാരൻ്റെ വിശ്വാസ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ അരിയറെല്ലാം പരിഹരിക്കാൻ വേണ്ടിയാണ് പുതിയ എക്സസൈസ് തരണത്. രോഗികളെ പോയി കാണാൻ പറയും, ഇല്ലേ? പിന്നെന്താണ് പറഞ്ഞത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വരും. അതെല്ലാം അധ്വാനമാണ്. എല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ്. ചെയ്യണതനുസരിച്ച് എന്താ സംഭവിക്കണത്? അതായത് നിങ്ങളുടെ കൃപ വർദ്ധിക്കും. ഇപ്പം നമുക്കറിയാമല്ലോ കാറൊക്കെ ഓടുന്നത് എങ്ങനെയാണ്? നമ്മളെ കീ കൊടുത്തിട്ട് ശേഷം ആദ്യം ബാറ്ററിയിലുള്ള കറണ്ട് കൊണ്ടാണ് ഈ സാധനം ഓടുന്നത്, അല്ലേ? അതിന് ശേഷമാണ് പിന്നെ പെട്രോളിലേക്ക് ഈ സാധനം പോണത്. ഓടിക്കഴിയുമ്പോൾ ഡൈനാമോ എല്ലാം വർക്ക് ചെയ്തിട്ട് പിന്നെ അതുകൊണ്ട് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഓടാൻ തുടങ്ങും പെട്രോൾ. പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ബാറ്ററിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കറണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് മിനിമം നമ്മുടെ കയ്യിൽ പവറുണ്ട്. അത് വെച്ച് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പിന്നെ ഉടമ്പടിയായിരിക്കും നിങ്ങളെ കൊണ്ടു നടക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉടമ്പടിയായിരിക്കും. കാര്യം ഉടമ്പടിയിൽ ഒത്തിരിയേറെ പവർ ആക്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്താണ്? കർത്താവിൻ്റെ വചനം പാലിക്കുകയല്ലേ? കർത്താവിനെ അറിയാത്തവർ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അതുപോലെ അതെല്ലാം ഗ്രേസ്ഫുള്ളായിട്ട് ചെയ്യണം. അതായത് എന്ന് വെച്ചാൽ തീവ്രമായ ഭക്തിയോടും ദൈവസ്നേഹത്തോടും ചെയ്യണം. അല്ലാതെ ആക്കാനും വേണ്ടി ഒക്കാനവരെ ചെയ്യരുത്. അത് ചെയ്യണ രീതികളൊക്കെ ഉണ്ട്. അയ്യോ ഇത് തിരുണ്ട്, ഇനിയിപ്പോൾ 10 1 2 3 ഇനി 8 പത്രമുണ്ട്, ഇത് എവിടെ കൊടുക്കാനാണ് ദൈവം മണ്ണാങ്കട്ട. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക വായും മണ്ണ് വീഴാനുള്ള സാധ്യതയുണ്ട്. കാര്യം 8 പത്രം ഉണ്ടാകുമ്പോൾ ഒരു ചെടുത്ത ദിവസം ഒരു സാക്ഷ്യം പറയണേ, ഞാൻ എൻ്റെ പത്രമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പള്ളി ചെല്ലുമ്പോഴുണ്ട് അവിടെ ഇരിക്കുന്ന കുറേ പത്രം, ഞാൻ പിന്നെ അതെടുത്ത് വിതരണം ചെയ്തെന്ന്. എന്ത് ക്രേസാണ് അവർക്ക്. ആ 2 മടിയന്മാർ വെച്ചിട്ട് പോയതാണേ. ഓരോരുത്തർക്കും കൊടുക്കേണ്ട സംഭവം
ഇവർ ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി എവിടെച്ചാലും പറ്റിപ്പ് എങ്ങനെ ആരെ പറ്റിക്കാതെ നടക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ എങ്ങനെ ഈ സംഭവം സൂത്രത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നടക്കുന്ന ആൾക്കാർക്കാണ് അക്കിടി വീഴാൻ സാധിക്കും. അവർ പള്ളി വെച്ചുകൊണ്ട് പോയ സാധനമാണിത്. അപ്പോൾ വേറെ ഒരാൾ വന്നപ്പോൾ എടുത്ത് വിതരണം ചെയ്ത്. അതാണ് കപ്പാസിറ്റിയുടെ വ്യത്യാസം. അതാണ് വ്യത്യാസം. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഉടായ്പ് കാണിച്ചിട്ട് ദൈവത്തിനൊക്കെ ഒന്ന് അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. മിക്കവാറും പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. കാര്യം ഇതിൻ്റെ അകത്ത് ഒരു ഇപ്പം നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം നിങ്ങൾക്ക് വേണ്ടി അപ്പനെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കരുത്, നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. കാര്യം ഉടമ്പടിയല്ലേ, ബൈലാറ്ററൽ ഉടമ്പടി, വ്യക്തികളും കക്ഷിയുമായിരുന്നല്ലേ. നീ ഒരു കക്ഷി, ദൈവം ഒരു കക്ഷി. ഇതനുസരിച്ച് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി നീ വർദ്ധിപ്പിക്കുന്നത്. അപ്പം ക്ലെയിം ആവും നിനക്ക്. ഇപ്പം ക്ലെയിം ഇല്ലല്ലോ. ഇപ്പം നീ തെണ്ടിയായിട്ടല്ലേ വന്ന് നിൽക്കണം. അയ്യോ ദൈവമേ തരണത്, എൻ്റെ കയ്യിൽ നിന്ന് വരെ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റത്തില്ല, കൂനെന്നൊക്കെ പറയും. എന്തിനാണ് നാണം കെട്ട വർത്താൻ പറഞ്ഞു നടക്കണത്? പൈസ 10-50 ആയില്ലേ? ഇനിയെങ്കിലും നിർത്തിയിട്ട് മര്യാദയ്ക്ക് ക്ലെയിം ഉണ്ടാക്കാൻ നോക്ക്. അത് മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോഴും അവരെ കൊണ്ട്, അമ്മയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച്, അപ്പനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച്, ഇറ്റ് ഇസ് നോൺ സെൻസ്. യു ആർ കം ഓഫ് ഏജ്. ഇനി നിങ്ങൾ തന്നെ കൈ നീട്ടാതെ സ്വന്തം നില നിൽക്കുക. അതിനുള്ള എല്ലാവിധ ഫോർമുലയും ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിൽ നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള ഓരോ മാർഗവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജോലി ചെയ്ത് കൃപയുണ്ടാക്കാനുള്ള, കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഓരോ മാർഗം തന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ എല്ലാം നടപ്പിൽ വരുത്തുന്നത് കൃപ കൊണ്ടാണ്. നിങ്ങളുടെ IELTS ആയാലും വസ്തു വിൽപ്പന ആയാലും എല്ലാത്തിൻ്റെയും മൂല പവർ, ഫണ്ടമെൻ്റൽ പവർ കൃപയാണ്. ഈ കൃപ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നത്? അധ്വാനം കൊണ്ടാണ്. അധ്വാനം കൊണ്ട് എന്തുണ്ടാവും? കൃപയുണ്ടാവും. കൃപ കൊണ്ട് എന്തുണ്ടാവും? അധ്വാനം ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകമായിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ 1 കൊരിന്ത്യസ് 15:10 വായിച്ചോളൂ. 1 കൊരിന്ത്യസ് 15:10. ശ്രുതികട്ടെ. എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. വായിച്ചോളൂ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എല്ലാവരേക്കാൾ അധികമായി ഞാൻ അധ്വാനിച്ചു. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അന്ന് പറഞ്ഞേ, എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. പറഞ്ഞോളൂ. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ആളല്ല. അയാൾ 14 പ്രാവശ്യം കപ്പൽ യാത്ര ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യം കപ്പൽ, 14 ലെറ്റേഴ്സ്, എത്രയോ 14 സഭകളെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം പറയണത് എന്താണ്? എൻ്റെ കൃപയാണ് എന്നിൽ അതൊക്കെ ചെയ്യിച്ചത്. പക്ഷെ അധ്വാനിക്കും തോറും എൻ്റെ കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കൃപയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് കൃപയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് സാധാരണഗതിയിൽ ഈ 9 നൊവേന കൂടി അങ്ങനെ ഓരോ പരിപാടി ചെയ്തിട്ട് നമ്മളിങ്ങനെ കുറച്ച് അപേക്ഷ കത്തിയിട്ടുള്ള ഇങ്ങനെയുള്ള ഈ കലാപരിപാടിയില്ലേ, ഇതിനകത്ത് വരുന്നതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ മെയ്യനങ്ങാൻ പറ്റാത്തവർ ഇങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നുകൊണ്ട് എന്തെങ്കിലും ചുണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചാൽ പാടിയ ചെയ്തിട്ട് ഈ വ്യക്തി ജീവിതകാലം മുഴുവൻ നടന്നാൽ ഈ വ്യക്തിക്കൊരു മാറ്റമോ കൃപയോ ആ കൃപ വർദ്ധിപ്പിക്കുകയോ ക്ലെയിം കൂടുകയോ കപ്പാസിറ്റി കൂടുകയോ ചെയ്യുന്നില്ല. ഞാൻ നൊവേനക്കെതിരല്ല, അതൊരു മധ്യസ്ഥ പ്രാർത്ഥന മാത്രമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ രൂപം അത് കഴിയുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിരിക്കണം. നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. അതുമാത്രമാണ് നിങ്ങളുടെ ക്ലെയിം കൂട്ടണത്, നിങ്ങളുടെ ക്ലെയിം വർദ്ധിപ്പിക്കണത്. ഇത് തമ്മിൽ ഞങ്ങൾ കുറേ ഇക്വേഷൻസ് നിങ്ങളോട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നതനുസരിച്ചുകൊണ്ട് 1:12 വർക്ക് ചെയ്യുകയാണ്. എന്താണ്? അവൻ്റെ നാമത്തിൽ പറഞ്ഞേ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ്റെ നാമത്തെ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോഴേ ഈ കഴിവ് എന്ന് പറയണത് വിശ്വാസം വഴി വരണതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, വിശ്വസിച്ചാൽ പോരെ? ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, പക്ഷെ പ്രോബ്ലം ഉണ്ട്. വിശ്വാസത്തിലാണ് ഈ അധ്വാനം വരണത്. എന്താ കാര്യം? വിശ്വാസം
പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്, അല്ലാതെ പ്രാർത്ഥനയാലല്ല. ഇവിടുത്തെ പോയിന്റ് മനസ്സിലായ? ഇത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഉടമ്പടി? അതിന് ഉത്തരം ഞാൻ പറയുകയാണ്. യാക്കോബ് 2:7, 2:15. ശ്രുതികട്ടെ, വായിക്കട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. യാക്കോബ് 2:24. യാക്കോബ് 2:24. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല. ഒന്ന് പറഞ്ഞേ. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. യാക്കോബ് 2:15-17 വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പറഞ്ഞ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഇത് എവിടെയാണ് അച്ഛൻ കണക്ട് ചെയ്തിരിക്കണം നോക്കിയേ? കപ്പാസിറ്റിയിലാണ്. എവിടെയാണ് കപ്പാസിറ്റി? യോഹന്നാൻ 1:12 അവന്റെ നാമത്തിൽ പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ആ കഴിവിന് അർത്ഥം എന്താണെന്നറിയാവോ? ആ കഴിവെന്ന് പറഞ്ഞാൽ അവകാശമാണ്. ദൈവമക്കളാകാനുള്ള അവകാശമാണ് നമുക്ക് നൽകപ്പെടുന്നത്. റൈറ്റാണ് വിഷയം. റോമ 8:17 മക്കളെങ്കിൽ അവകാശികളുമാണ്. നമ്മൾ ഒന്ന് പറഞ്ഞേ, നമ്മൾ മക്കളെങ്കിൽ അവകാശികളുമാണ്. അടുത്ത വരി എന്താണ്? ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്ന് പറയുന്നത് നിത്യതയാണ്. ബേസിക്കായിട്ട് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് യോഹന്നാൻ 1:12 പറയുമ്പോൾ അതിൻ്റെ കൂടിയാണ് റോമ 8:17 കൂട്ടി വെക്കേണ്ടത്. അവിടെ കഴിവെന്നുള്ളത് അവകാശമാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി എന്ന് പറയുന്നത് വാഗ്ദാനത്തെ അവകാശമാക്കുന്ന പ്രാർത്ഥനയാണ്. 1 പത്രോസ് 3:9 അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നമ്മൾ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായില്ലേ? അതായത് ഈ ഉടമ്പടി വഴിയാണ് അനുഗ്രഹം അവകാശമാക്കുന്നത്. അത് ചൊല്ലണ പ്രാർത്ഥനാ രീതിയല്ല, ചെയ്യുന്ന പ്രാർത്ഥനാ രീതിയാണ്. അതാണ് 1 കൊറിന്ത്യൻസ് 15:10 എല്ലാവരെയും കൂടെ ഞാൻ അധ്വാനിച്ചു, ഞാനല്ല എന്നിലുള്ള ദൈവകൃപ. നമ്മുടെ ദൈവകൃപ എന്ന് പറയുന്നത് എന്താണ്? 2 എഫേസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. കൃപ ദൈവത്തിന്റെ ദാനമാണ്, നേടിയെടുത്തതല്ല. അതാണ് നോട്ട് ബൈ മെറിറ്റ്. നമ്മൾ നേടിയെടുക്കാത്തത് അവകാശമാക്കുകയാണ് ഉടമ്പടിയിൽ. മനസ്സിലായില്ലേ? ഇതാണ് ഉടമ്പടിയുടെ ഒരു രീതി. നമുക്ക് ഉള്ളൊരു മെറിറ്റാണ്. നമുക്ക് ഇപ്പം നമുക്ക് 65% മാർക്ക് 70% മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ അവർ ഉപരിപഠനത്തിന് പോണില്ല. എന്താ കാര്യം? അവർക്ക് മെറിറ്റ് ഇല്ലെന്ന് അവർക്കറിയാം. പക്ഷേ ചില ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ എന്ത് വിധത്തിലാണ്? 65% മാർക്കുള്ള മാർക്ക് ഉന്നത വിദ്യാഭ്യാസം അഡ്മിഷൻ കിട്ടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് നേടിയെടുത്തതല്ല, മെറിറ്റിലല്ല. എഫേസ്യൻസ് 2:8 അനുസരിച്ച് കൃപയാലാണ്. ഇപ്പം അവരുടെ വിഷയം എന്താണ്? നമ്മളുടെ ഗ്രീനി പറഞ്ഞിരിക്കുന്ന ശ്രുതികടെ മക്കളെ പേര് മറന്നുപോയി. ശ്രുതികടെ 5 മാസം കൊണ്ട് കിട്ടേണ്ട COS 5 ദിവസം കൊണ്ട് കിട്ടിയതിനെക്കുറിച്ച് അവരുടെ കാറാണല്ലോ മാതാവ് തിരിച്ചു വിട്ടത്. ഗൂഗിള് പ്രോഗ്രാം ചെയ്ത് വെച്ച് മൂവാറ്റുപുഴ വഴി പോകേണ്ട സംഭവത്തെ മാതാവ് റീപ്രോഗ്രാം ചെയ്തിട്ട് ആലപ്പുഴ വരെ ആക്കി. അത് മനസ്സിലാക്കി. അമ്മ ഞങ്ങളെ വിളിക്കണമെന്ന് മനസ്സിലാക്കി. എങ്കിലും അമ്മയെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ആ ഷോർട്ട് ചെയ്തിരിക്കുന്നത്, ടൈം ഷോർട്ട് ചെയ്തിരിക്കുന്നത്. 5 മാസത്തെ COS 5 ദിവസം കൊണ്ട് വരണത് ടൈം ഷോട്ടിങ്ങാണ്. ഈ ടൈം ഷോട്ട് സംഭവിക്കുന്നത് നോട്ട് ബൈ മെറിറ്റാണ്, മെറിറ്റ് അനുസരിച്ചല്ല. പിന്നെ എന്താണ്? ബട്ട് ബൈ ഗ്രേസാണ്. ഇത് അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. ഈ മെറിറ്റെന്ന് വെച്ചാൽ മെറിറ്റിലല്ലാതെ നമ്മുടെ ഗ്രേസിലാണ് ദൈവം വർക്ക് ചെയ്യണതെന്നുള്ളതിന് നമുക്ക് വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനമുള്ളത് 61:2 അന്ന് അത്. പക്ഷേ ഗ്രീനി അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്.
അവിടെ സാക്ഷ്യം കുറച്ച് എഡ്യൂക്കേറ്റഡ് സാക്ഷ്യമാണ്. കാര്യം അവർ പറയുന്നത് എന്താണ്, ഈ COS 5 ദിവസത്തിനുള്ളിൽ കിട്ടുമ്പോഴേ ഇത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അവർ പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. അത് സങ്കീർത്തനം 61 61:2 വായിച്ച്. സങ്കീർത്തനം 61:2. ശ്രുതിക്കട്ടെ. ഹൃദയം തകർന്ന അവസ്ഥയിൽ ഒന്ന് പറഞ്ഞേ. ഹൃദയം തകർന്ന അവസ്ഥയിൽ ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ മുമ്പിലാണ് ഇരിക്കണമെന്ന് ഓർമ്മ വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത അവസ്ഥകൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക.